ഹായ് ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് സ്പെയിൻ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് റിയൽ മാഡ്രിഡ് സ്റ്റേഡിയം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഡിയം കാണാൻ പോകുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ വെളിയിൽ ഇങ്ങനെ ഓരോ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ജേഴ്സി ഇട്ട് ഇങ്ങനെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അവർക്കോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്കൊരു 2 യൂറോ 3 യൂറോ അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഈ ടിക്കറ്റിൻ്റെ ഇത് കണ്ടോ, ഇത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം. നമുക്ക് അല്ലാതെ എടുക്കുന്നതും ഇതും എടുക്കുന്നതുമായിട്ട് നമുക്ക് 2 യൂറോയുടെ വ്യത്യാസമുണ്ട്. പിന്നെ ദിവസം മുൻകൂട്ടി എടുക്കുകയാണെങ്കിലും നമുക്ക് ടിക്കറ്റിന് റേറ്റ് ചെറിയ ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ നമുക്ക് പോകുമ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കറുപ്പ് കോട്ടിട്ടവരും ഈ മഞ്ഞ ഇട്ടവരുമാണ് സെക്യൂരിറ്റീസ്, അവരോട് നമുക്ക് ചോദിക്കാം. റിയൽ മാഡ്രിഡ് കപ്പടിച്ചത് ഫോട്ടോ വെച്ചിട്ടുണ്ട്. 1997 നമുക്കറിയാവുന്ന ആരുമില്ല. 2000 നമുക്കറിയാവുന്ന റോബർട്ടോ കാർലോസിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. നമുക്ക് അങ്ങനെ കണ്ടു. പിന്നെ ഗോപി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഗോപി ഒരു ഭയങ്കര റിയൽ മാഡ്രിഡ് ഫാനാണ്. അപ്പോൾ പിന്നെ ഗോപി വന്നു. പിന്നെ 2014 നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ ഡി മറിയ, പെപ്പെ അവരെല്ലാവരും നിൽക്കണം. ഇതിങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു. അവിടെ എല്ലാം ഇങ്ങനെ ആളുകൾ ക്യൂ ആണ് നമ്മുടെ പുറകിൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ കണ്ടോ, അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ സമയമാണ് കാണിക്കുന്നത്. ഇതാണ് എന്നെ ഷോക്കായത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എത്ര ടണ്ണിൻ്റെ ക്രെയിനും എത്ര നാളത്തെ പരിശ്രമമായിരിക്കുമല്ലേ ഈ സ്റ്റേഡിയം. എല്ലാവർക്കും ഇതൊരു സ്റ്റേഡിയമായിട്ട് തോന്നിയെങ്കിലും എനിക്കിതൊരു മ്യൂസിയം പോലെയായിട്ട് തോന്നിയത്. നമ്മൾ ഇത്രയും ടിക്കറ്റ് കാശ് കൊടുത്തിട്ട് കയറിയതല്ലേന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ആ കാശ് ഭയങ്കര വർത്തായിട്ടാണ്. ഇത് 2024 അവർക്ക് കിട്ടിയ ട്രോഫി. പിന്നെ അവിടെ നിന്ന് പോകുമ്പം ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു മിനിയേച്ചർ അവർ പണിത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു മ്യൂസിയം എന്നുള്ള രീതിയിൽ നമുക്ക് ഹൈലി വെർത്താണ് ഇത് കയറണമുണ്ട്. കാര്യം നമ്മൾ വിചാരിക്കും നമ്മളൊരു ഫുട്ബോൾ പ്രേമി അല്ലെങ്കിൽ നമ്മൾ എന്തിനും ഇതിനകത്ത് കയറണമെന്ന്. പക്ഷേ ഒരു സിവിലിക്കാൻ പഠിക്കണവർ തീർച്ചയായിട്ടും ഇത് കയറി കാണണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അവർ ഓരോ കാര്യങ്ങളും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. എന്ത് പുല്ലാണ് ഉപയോഗിച്ചാണ്, അതിൻ്റെ ഒരു 4 ലെയറാണ് ഇവിടെ അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആ ടെക്നോളജിയും എല്ലാം കാര്യങ്ങളും നമ്മളോർക്കും ജസ്റ്റ് ഒരു സ്റ്റേഡിയം ടൂർ എന്ന് പറയുമ്പം നമ്മൾ പോണു, കുറച്ച് പച്ചപ്പുല്ല് കാണുന്നു, തിരിച്ചു വന്നു. പക്ഷേ അതല്ലാട്ടോ മക്കളെ, ഇത് വേറെ യൂണിവേഴ്സാണ്, ഇത് വേറെ ലോകമാണ്. 1992 മുതൽ ആ ക്ലബിൻ്റെ ഓരോ കാൽവെപ്പും അതിൻ്റെ ഓരോ ഫൗണ്ടർമാരും പിന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു ഫുട്ബോളിൻ്റെ ചരിത്രവും നമുക്കവർ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യകാലത്ത് യൂസ് ചെയ്ത ബൂട്ട്, ആദ്യകാലത്ത് ഫുട്ബോളിൻ്റെ ജേഴ്സി, പിന്നെ ഈ ഫുട്ബോള്, അതിനെപ്പറ്റി എല്ലാത്തിനെയും പറ്റി നമുക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ അവർ തരുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് ഈ ക്ലബ്ബ് എന്നുള്ള കോൺസെപ്റ്റ് വന്നത്, അതെല്ലാം നമുക്ക് അവിടെ വേറൊരു ഓപ്ഷനുണ്ട്. അവിടെ പല സ്ഥലത്തും TV ഉണ്ട്. അതിൽ നമുക്ക് എന്ത് കാര്യമാണ് അറിയേണ്ടത് അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനും നമുക്ക് തരും. അപ്പം ഇതെല്ലാം ആളുകളും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാനാണെങ്കിലും പറയാനാണെങ്കിലും ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഇത്രയും ചരിത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിതിൻ്റെ പിന്നെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയത്, ഇവരോരോ മാച്ച് വിൻ ചെയ്യുമ്പോഴും ആ ഫൈനലിലടിച്ച ഗോളുകൾ അത് എല്ലാ സ്ഥലത്തും, ഇത് 1957 അവരെ വിജയിപ്പിച്ച ഗോള് കാണിച്ചേക്കണു. അങ്ങനെ എല്ലാ വർഷത്തെയും ഗോളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും കൗതുകത്തോടെ പോയത്, ആ കാലത്തുള്ള ആളുകൾ എനിക്കറിയില്ലല്ലോ, നമ്മുടെ കാലത്തുള്ള ആളുകൾക്കിടെ ഗോള് കാണാൻ വേണ്ടി പോയി. ഗോപിയാണെങ്കിൽ ഓരോ ട്രോഫികൾ, ഇത്ര അധികം ട്രോഫികൾ. പിന്നെ നമ്മുടെ പല പൊട്ട ചിന്താഗതിയും മാറും കേട്ടോ. നമ്മുടെ ഒരു വിചാരം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇതിലോട്ട് പോയി. എന്താണെന്ന് വെച്ചാൽ ഈ കളിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കളികളാണല്ലോ. 2000 പറയുമ്പോൾ നമുക്ക് ചെറിയ പ്രായമുള്ളതാണ്, 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമോ. പക്ഷേ 2014 പിന്നെ ആ കളിയിലെ മെയിൻ പ്ലെയറിൻ്റെ അവാർഡ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഭയങ്കര വ്യക്തമാക്കി തരുവാണ് ഓരോ കാര്യങ്ങളും. കാര്യം അത്രയ്ക്കും ചുറ്റിക്കറങ്ങാനുണ്ട്. നമ്മൾ ഈ റിയൽ മാഡ്രിഡ് സ്റ്റേഡിയം കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 2 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കണം കേട്ടോ. കാര്യം പറഞ്ഞാൽ ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരൊന്നും ഈ 2016 ഫ്രണ്ടിൽ നിന്ന് പോകില്ല. 2-3 തവണ നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ആ ഗോള് ചിലപ്പോൾ കണ്ടുകൊണ്ടിരുന്നു എന്ന് വരും. അതുകൊണ്ട് നല്ല ടൈമുള്ളപ്പോഴാണ് നിങ്ങൾ കയറാൻ പറ്റുള്ളൂ. ധൃതി പിടിച്ച് നിങ്ങൾ പോയി കാണരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്.
ഓക്കെ 2022 അങ്ങനെ. പിന്നെ ഒരേ വർഷം ഓരോ മെയിൻ പ്ലെയർ സൈൻ ചെയ്യണ്ടല്ലോ, അതെല്ലാം ഇവർ ഈ നോട്ടീസിൽ. പിന്നെ നമ്മൾക്ക് ഓർക്കും ഈ ഗോൾഡൻ ബൂട്ട് അല്ലെങ്കിൽ ഗോൾഡൻ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഒരേ പ്ലേയേഴ്സ്. നമ്മളല്ല, ഞാൻ ഓർത്തത് അതാത് പ്ലേയേഴ്സിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അതെല്ലാം ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. റിയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചോണ്ടിരുന്നപ്പം ഓരോ പ്ലേയേഴ്സിന് കിട്ടിയ ഗോൾഡൻ ബോളാണ്. ഇതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട് അപ്പുറമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആണ്. ആ മുകളിലിരിക്കുന്ന 5 ആണോ 6 ആണോ എനിക്ക് കറക്റ്റ് കൗണ്ട് അറിയില്ല കേട്ടോ. ഓക്കെ, 57, 59, 66, 2000, 2014, 2017, 2022, 2024, 2018, 2016, 2002. BBB ആയിട്ടുള്ള കളി. വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവർക്കിടെ ഇതാവാട്ടോ, എന്താ പറയണം, മെമ്പറാവാം. ഫാൻ കാർഡ് കിട്ടും. അത് പിന്നെ കളികൾ നടക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ടാവും. നീ എടുക്കണ്ട, നമ്മളതിനൂടെ കളി കാണാൻ പറ്റില്ലല്ലോ, അതാണ് അതിൻ്റെ മെയിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിൻ്റെ ഒപ്പം നമ്മുടെ ഫോട്ടോ ആക്കി തരും. ഇതുണ്ടോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, വിൻസിൻ ജൂനിയർ, അങ്ങനെ ആർക്കുടെ ഒപ്പം വേണമെങ്കിലും നമ്മുടെ ഫോട്ടോ ആക്കി തരും. ഇതാണ് അതിൻ്റെ സംഭവം. എല്ലാം ഒരു ബിസിനസ്സാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ഈ ടൂറിൻ്റെ ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റേഡിയത്തിലോട്ട് എത്തണം. ആ സ്റ്റേഡിയം കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും ഗോപിയുടെ വൈഫാണെങ്കിലും ഈ സ്റ്റേഡിയത്തിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടത് ഞങ്ങളും വന്ന് കാത്ത്. അവർ പറഞ്ഞു ഈ 30 പൗണ്ട് കൊടുത്ത് ഞങ്ങളില്ല ഈ സ്റ്റേഡിയം കാണാൻ. പക്ഷേ ഇതൊരു ഫുട്ബോൾ പ്രേമി മാത്രമല്ല, ഈ സ്റ്റേഡിയം എല്ലാവരും കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം ഇവർ യൂസ് ചെയ്തേക്കണം ഒരു ടെക്നോളജിയാണ്. ഈ സ്റ്റേഡിയം ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഓക്കെ, പിന്നെ ഈ സ്റ്റേഡിയം യൂസ് ചെയ്യണതും പിന്നെ എങ്ങനെയാണ് ഈ കളി നമ്മുടെ മുമ്പിലോട്ട് ടെലികാസ്റ്റ് ചെയ്യണമെന്നുള്ളതും എല്ലാ രീതി. ഇപ്പം സത്യം പറഞ്ഞാൽ നാളെ ഈ ഗ്രൗണ്ടിൽ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീ ചെക്കും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കാണ്. പിന്നെ അവിടെ പുല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എന്തോരം ആളുകളാണ് അവിടെ പണിയെടുക്കണതെന്നറിയോ. അത് നമുക്ക് എന്താ പറയണ, ഇതിങ്ങനെ പോയി കാണുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഓർക്കും. ഇപ്പം ഞാനാണെങ്കിലും നമ്മളിനിയിപ്പം ജസ്റ്റ് കളി കാണുന്നുള്ളൂ, നമുക്ക് ടി വിയിലിരുന്ന് കണ്ടാൽ മതിയില്ലേന്ന് ഓർക്കും. പക്ഷേ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഗോപിക്കാണെങ്കിലും, ഗോപി എനിക്ക് തോന്നുന്നു എത്രയോ സ്റ്റേഡിയം കാണാൻ പോയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇത് 3ാമത്തെ സ്റ്റേഡിയം കാഴ്ചയാണ്. പക്ഷേ ഓരോ സ്റ്റേഡിയം കാണാൻ പോകുമ്പോഴും അതിൻ്റെ അകത്തെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കൾ പഠിക്കണ കാലത്ത് അവരെല്ലാം ഇത് കൊണ്ട് കാണിക്കുവാണെങ്കിൽ അവർക്കിടെ ഒരു വിഷൻ തന്നെ നമുക്കൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും. കാര്യം പറഞ്ഞാൽ ഞാനിക്കും ഇത് ടു ലേറ്റാണ് ഇത് കാണുമ്പോൾ. ഓക്കെ, നമ്മൾ ആ പഠിക്കുന്ന കാലത്ത് ഇത് കാണാൻ പറ്റുവാണെങ്കിൽ എന്താണ് ടെക്നോളജി വെച്ച് എന്തൊക്കെ ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഒരു മാജിക്കൽ പീസാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ ഞങ്ങൾ വെംബ്ലി സ്റ്റേഡിയത്തിലൊന്ന് കളി കാണാൻ പോയി. അന്ന് ആ ഒരു ക്രൗഡും പിന്നെ ആ സ്റ്റേഡിയം ആണെങ്കിലും എല്ലാ സ്റ്റേഡിയം ഒന്നിനൊന്ന് മെച്ചാണ്ട്, ഒന്നും നമ്മൾ കൊച്ചാക്കി കാണിക്കുന്നില്ല. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഒരു സങ്കടമുള്ളൂ, പ്ലേയേഴ്സിൻ്റെ ഡ്രസ്സിങ് റൂം കാണാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാച്ച് ഉള്ളതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങളാണെങ്കിലും ഈ സ്റ്റേഡിയം ബുക്ക് ചെയ്യുമ്പോൾ മാച്ച് ഉള്ളതിൻ്റെ തലേദിവസം ബുക്ക് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് പ്ലേയേഴ്സിൻ്റെ ഡ്രസ്സിങ് റൂം കാണാൻ പറ്റില്ല. അത് മാത്രമാണ് നമുക്ക് ഇതിലൊരു സങ്കടമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ മാക്സിമം എല്ലാവരും നിങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സമയത്ത്. അപ്പോൾ ഇത് നിങ്ങളുടെ പഠനത്തിനെയും ഇത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.